നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗ്രീസ് സാറാണ്. വെറും 90 ദിവസം സേ പരീക്ഷകൾക്കാണ്. ഈ വട്ടം വ്യത്യാസമുണ്ട്. +1ഉം +2ഉം +1 ജയിച്ചവരാണെങ്കിലും +2 ജയിച്ചവരാണെങ്കിലും രണ്ടും അറ്റൻഡ് ചെയ്യണം. തോറ്റത് ഗംഭീരമായിട്ട് പഠിച്ചു തന്നെ എഴുതണം. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി റൂൾസും നിയമങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ 2026 പാസ്സായേ പറ്റൂ. നവംബർ ഞാൻ കൂട്ടുന്നില്ല, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 90 ദിവസം മാത്രമേ ഉള്ളൂ. നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അന്നേരം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഒരു 10-100 ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോകണോ, അതോ ഇപ്പോഴത്തെ പുത്തൻ പാറ്റേൺ അനുസരിച്ചുള്ള ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും സിമ്പിളായിട്ടുള്ള നോട്ട്സും പഠിച്ചാൽ മതിയോ? ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് രണ്ടാമത്തേന് ഉത്തരം പറയും. നിങ്ങൾ ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ചുള്ള വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സ് വെച്ച് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ കേട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പാസ് മാർക്കല്ല ഞാൻ പറയുന്നത്, മിനിമം ഡബിൾ പാസ് മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇതൊരു മോട്ടിവേഷൻ മാത്രമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും ആ കുട്ടികളുടെ വീഡിയോസ് ചെയ്യുമ്പം 1 മാർക്കും 2 മാർക്കും 60-ൽ 2 മാർക്ക് തോറ്റെന്ന് പറയുന്നതല്ല, നിസ്സാരമായി 1ഉം 2ഉം മാർക്ക് കിട്ടിയ കുട്ടികൾ 40-ഉം 50 മാർക്കും മേടിക്കുമ്പോൾ ഒരു അധ്യാപകരെക്കാട്ടിൽ കഴിവ് ഞാൻ ഉറപ്പായിട്ട് പറയും ആ പഠിക്കുന്ന കുട്ടികൾക്കാണ്. നമുക്ക് നയിക്കാനേ പറ്റത്തുള്ളൂ, മുന്നിൽ നിന്ന് നയിക്കാം. അത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളാണ് ഹീറോസ് എന്ന് ഞാൻ എപ്പോഴും പറയും. ഇപ്പോഴും നിങ്ങളോടത് പറയും. നമ്മുടെ ഗ്രൂപ്പിൽ പഠിക്കുന്ന ഒരു 90% കുട്ടികളും, നമുക്ക് 99 അല്ലെങ്കിൽ 100 എന്ന് നമുക്ക് പറയാം, 90% ഉറപ്പിച്ച് പറയാം കുട്ടികളും ജയിക്കുന്നതിൻ്റെ കാരണം അവർക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ നന്നായിട്ടാണ്. നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അന്നേരം നമുക്കറിയാം നിങ്ങൾക്ക് വേണ്ടത് എന്താണ്. ഇപ്പം ബിടെക്കിന് വേണ്ട, നമ്മൾ ബിടെക്കിന് ക്ലാസ് കൊടുക്കുന്നുണ്ട്, NDAക്ക് കൊടുക്കുന്നുണ്ട്, നീറ്റിന് കൊടുക്കുന്നുണ്ട്, കീമിന് കൊടുക്കുന്നുണ്ട്, +1-ന് +2 ഇതൊക്കെല്ലാം കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സറിഞ്ഞ് വേണം നമ്മൾ ക്ലാസ് കൊടുക്കാൻ. നമ്മളിലെ ഭക്ഷണം കഴിക്കുന്ന പോലെ നല്ല ബിരിയാണി കിട്ടുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴിക്കും, മോശം ബിരിയാണിയാണെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കും. അതുപോലെ നല്ല ക്ലാസ്സുകൾ കിട്ടിയാൽ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കും. ഈസി ക്ലാസ് ആയിരിക്കണം, സിമ്പിളായിട്ടുള്ള നോട്ട്സ് ആയിരിക്കണം. ഇതെല്ലാം ഒത്തു വന്നാൽ ഓക്കെയാണ്. അന്നേരം നിങ്ങൾ ഒരുപാട് സമയം ഇനിയും കളയാനില്ല. ഇപ്പോൾ ചേരേണ്ട കുട്ടികൾക്കൊക്കെ ചേരാം. മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ എല്ലാം ഞാൻ പക്ക അപ്ഡേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പരിമിതിയിൽ നിന്നെല്ലാം മാക്സിമം മാഷ് ഹാർഡ് വർക്ക് ചെയ്ത് തരും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ബാച്ചിൽ കയറിയ കുട്ടികൾക്കറിയാം തോക്കത്തില്ലെന്ന് ഉറപ്പാണ്. നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് കൂടുതൽ മിനിമം സ്കോർ ചെയ്തിരിക്കും. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവരെല്ലാം നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് കൃത്യമായിട്ടും പറയുക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആദ്യമുള്ള ക്ലാസ്സുകൾ കിട്ടും. വളരെ തുച്ഛമായ ഫീസിൽ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങളുടെ +2 എന്ന് പറഞ്ഞ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. നല്ല മാർക്കോടുകൂടി ജയിച്ച് യാഥാർത്ഥ്യമാക്കാം. അന്നേരം എല്ലാവരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.